എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. ഒരാഴ്ചക്ക് മുമ്പ് നമ്മൾ സംസാരിച്ച വിഷയത്തിന്റെ ബാക്കി ഭാഗം ഞാൻ പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയം നമുക്ക് ഓർമ്മയുണ്ടാവും. നമുക്കൊരു പ്രതിയോഗിയുണ്ട് എന്ന വിഷയമാണ് നമ്മൾ സംസാരിച്ചത്. നമുക്കുണ്ടായിരുന്ന പ്രതിയോഗിയെക്കുറിച്ചാണ് സംസാരിച്ചത്. വായിക്കാം. 1 പത്രോസ് 5-ന്റെ 8, 9, 10 വാക്യങ്ങൾ വായിക്കാം. 1 പത്രോസ് 5-ന്റെ 8, 9, 10. 1 Peter chapter 5 verse 8 through 10. നിർമ്മതരായിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കും. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. മതി. നമ്മൾ വായിച്ച ഭാഗത്ത് നമുക്ക് മനസ്സിലായി, നമുക്ക് ഒരു പ്രതിയോഗിയായ പിശാചുണ്ട്. ആ പ്രതിയോഗിയായ പിശാച് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വിവിധ തരത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തത്. അതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ പത്രോസ് പുസ്തകം പറയുക, ഇത് പ്രശ്നമുണ്ട്. ആർക്കാണെന്ന് പറയാമോ? ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്ന് പറഞ്ഞാൽ പ്രതിയോഗി ഉണ്ടാക്കുന്ന കഷ്ടപ്പാടുകൾ സഹോദരവർഗങ്ങൾക്ക് ദൈവമക്കൾക്കുണ്ടെന്നാ പറഞ്ഞത്. ദൈവമക്കൾക്ക് പ്രതിയോഗി ചെറിയ കഷ്ടങ്ങളും ക്ലേശങ്ങളും വരുത്തുമെന്നാ പറഞ്ഞത്. അപ്പോൾ എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞു, പ്രതിയോഗി ഇതൊക്കെ കഷ്ടവും ക്ലേശമൊക്കെ വരുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിലുള്ള നിങ്ങൾ സ്ഥിരത നഷ്ടപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയാ, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ പ്രശ്നം മനസ്സിലാക്കി, ഈ പ്രതിയോഗി ഉണ്ടാക്കുന്ന കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും മനസ്സിലാക്കി നമ്മളെ എതിർത്തില്ലെങ്കിൽ വിശ്വാസത്തിലുള്ള നമ്മുടെ സ്ഥിരത നഷ്ടപ്പെട്ടു പോകും. അത്ര ഗൗരവമുണ്ട് ഈ വിഷയത്തിന്, അത്ര ഗൗരവമുണ്ട് വിഷയം. എന്നിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുക, അല്പകാലത്തേക്കേ ഉള്ളൂ, ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ എന്ന് പറഞ്ഞാൽ കഷ്ടം, ഈ പ്രതിയോഗി ഉണ്ടാക്കിയ കുറച്ച് കഷ്ടമൊക്കെ നമുക്ക് വരുന്നുണ്ട്. ജീവിതത്തിൽ കഷ്ടം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രതിയോഗി നമുക്കുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. മറ്റൊരർത്ഥം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രതിയോഗി പ്രശ്നം ഉണ്ടാക്കുന്നില്ല. സഹോദരവർഗത്തിന് ദൈവകൃപയിൽ നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ നിത്യതേജസ്സിനായി വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ ഈ പ്രതിയോഗി കഷ്ടം ഉണ്ടാക്കുന്നുള്ളൂ. ഇവർ നിത്യതേജസ്സിലേക്ക് പോകും. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപ. അപ്പൊ പറയണം, ആർക്കായി പ്രശ്നം വരുന്നത്? നിത്യതേജസ്സിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക്. നിത്യതേജസ്സിലേക്ക് കർത്താവ് വിളിച്ചു. നമ്മൾ പോകുന്ന നിത്യതേജസ്സിലേക്ക് എന്ന് കാണുമ്പോൾ നമ്മെ ഒന്ന് ഡീവേറ്റ് ചെയ്തിട്ട് ആ വിശ്വാസത്തിന്റെ സ്ഥിരത കളഞ്ഞിട്ട് നമ്മെ നിത്യനരകത്തിലേക്ക് ഒന്ന് കൊണ്ടിടാൻ പറ്റുമെന്നുള്ള ഒരു പരിശ്രമം നടത്തുന്നതാണ് ഈ പ്രതിയോഗി ചെയ്യുന്ന കാര്യം. ഇത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ്. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഒരിക്കൽ ഒരു ഫോൺ സന്ദേശം എനിക്ക് വന്നു. ഫോണിലൊരു സഹോദരിയാണ് എന്നെ വിളിച്ചത്. സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ പരിചയമില്ലെങ്കിലും ഞാൻ കേട്ടറിഞ്ഞിട്ട് ഞാൻ വിളിക്കുകയെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പാസ്റ്റർ സൈക്കോളജിയൊക്കെ പഠിച്ചതാണെന്ന് കേട്ടിട്ട് അറിഞ്ഞു. അതുപോലെ കൃപയിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദേവദാസനാണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കൊരു വിഷയമുണ്ട്, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. ചോദിച്ചു, എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മകന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മകൻ എഞ്ചിനീയറിംഗ് കോളേജിൽ 2nd സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവന് ചെറിയ പ്രോബ്ലം ഉണ്ടായി. എന്താ പ്രോബ്ലം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ സംസാരിക്കില്ല. പിന്നെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ അവൻ്റെ രീതിയൊക്കെ മാറി. മാനസികമായി അവന് പ്രോബ്ലമായി മാറി. അങ്ങനെ അവിടെ നിന്ന് കോളേജിൽ നിന്ന് കൊണ്ടുവന്നു, ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി. പക്ഷെ ശരിയാകുന്നില്ല. ഇവൻ എന്താ പ്രശ്നമൊന്നും പറയില്ല. ഭൂരിഭാഗം സമയം മൗനമായിട്ടിരിക്കും. അല്ലാതെ കഴിയുമ്പോൾ വയലൻ്റായിട്ട് ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നു, കുറേ ആക്ഷൻസൊക്കെ കാണിക്കും, എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സിറ്റുവേഷൻ. അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം ഇപ്പോൾ തന്നെ. അവനെ കൊണ്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അവൻ പറഞ്ഞൊന്നും അനുസരിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നൊന്നും അവൻ കേൾക്കുന്ന പോലുമില്ല. എന്താ പറയുന്നതെന്ന് പോലും അവൻ ശ്രദ്ധിക്കുന്നില്ല. അവൻ വേറൊരു ലോകത്താണ്. ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചു. അവനെയും കൊണ്ട് അടുത്ത ദിവസം പ്രാർത്ഥനയ്ക്ക് എൻ്റെ അടുത്ത് വന്നു.
അപ്പോൾ ചോദിച്ചപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി, എന്നോട് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് അവൻ പറഞ്ഞത്, ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്നോട് ഒരു ആൾ വന്നിരുന്ന് സംസാരിക്കുന്ന പോലെ കേൾക്കാൻ തുടങ്ങി. അതങ്ങ് ഡെവലപ്പ് ചെയ്തു. എനിക്ക് പിന്നെ അത് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, വേറെ ആരും പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. അത് പറയുന്നതനുസരിച്ച് എനിക്ക് എന്തെങ്കിലും ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കണം, അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് ഓഫാകുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതാണ് പ്രശ്നം. ഒന്ന് ഓർത്ത് നോക്കിയ പ്രതിയോഗി ഉണ്ടാക്കുന്ന പ്രശ്നം. നല്ല നേരെ ജോലിയും പോകുന്ന നല്ല ഉദ്യോഗസ്ഥരുടെ ഒരേ ഒരു മകൻ, അവരെ വലിയ പ്രത്യാശയും വെച്ചുകൊണ്ടിരുന്ന അവരുടെ മകന് സംഭവിച്ചൊരു പ്രശ്നം എന്ന് ഓർത്ത് നോക്കി. എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയത്, തകർന്നു പോകുന്നതിന് വേറെ വല്ല കാരണവും വേണം. ഇതുപോലെ നമ്മൾ തലമുറകളെ വലയ്ക്കാൻ വേണ്ടി ദുഷ്ട അന്ധകാര വ്യാപാരങ്ങൾ അതിന്റെ ശക്തിയും എടുത്തുകൊണ്ട് പോരാടുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ദൈവമക്കളെ വിശ്വാസികളോട് ഞാൻ ഓർമ്മിച്ചു നിർത്തുന്നതെന്നറിയോ? അതുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് ജയിക്കാൻ നമ്മൾ വളരെ ശക്തരായി, നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി നമ്മൾ അവനോട് എതിർത്ത് നിൽക്കണം. ഈ പോരാട്ടത്തോടെ എതിർത്ത് നമ്മൾ ജയിച്ചേ പറ്റൂ. ഇതാണ് ദൈവത്തോട് പറയാനുള്ള ദൂരം. അപ്പൊ ഞാനിതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങളോട് പറഞ്ഞ് ആ വ്യക്തതയിലേക്ക് കൊണ്ടുവരാനാണ് താല്പര്യപ്പെടുന്നത്. ഇത് ദൈവമക്കൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സാധാരണ ലോകത്ത് പ്രശ്നമില്ല എന്നല്ല പറഞ്ഞത്, ഉണ്ട്. എന്നാൽ നമുക്കെതിരെ ശത്രു പോരാടുന്നുണ്ട്. ആർക്കാ? നിത്യജീവിതത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും വരുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ തലമുറയ്ക്ക് ഒക്കെ പ്രശ്നമുണ്ടാക്കി വളരെ ഉണ്ടാക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് ജയം കിട്ടണമെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പം ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാൻ പോവുകയാണ്. ഒന്ന്, ഭക്തനായ സ്തേഫാനോസിന് നേരെ പ്രതിയോഗികൾ എഴുന്നേറ്റൊരു രംഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 6-ാമത്തെ അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 6 വേഴ്സ് 10 to 12. ഒരു സെക്കൻഡ്. ചരിത്രം നമുക്കറിയുന്ന കാര്യമാണ്. സ്തേഫാനോസ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആത്മാവിൽ നിന്ന് വചനം സംസാരിക്കുക. അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും ആർക്കും എതിർത്ത് നിൽക്കാൻ കഴിയുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ പിശാച് ചെയ്യാൻ പോകുന്ന 7 സ്റ്റെപ്പാണ് ഇനി തുടർന്നുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നത്. പിശാച് ഒരുക്കി കൊണ്ടുവരുന്ന ആ സ്റ്റേജുകളൊന്നും കാണാൻ പോവുക. 1, അടുത്ത് വായിച്ചോ. 1, പിശാച് ചെയ്യുന്ന കാര്യം എന്താ പറയും? നമുക്കെതിരെ ചിലരെ വശത്താക്കി കൊണ്ടുവരും. 1, ചിലരെ വശത്താക്കി കൊണ്ടുവരിക, ഗ്രൂപ്പ് ഉണ്ടാക്കുക, പ്രതിസന്ധി ഉണ്ടാക്കുക, വശത്താക്കി കൊണ്ടുവരും. അടുത്തത്, ദൈവത്തിന് വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. 2, ചിലതവരങ്ങ് പറയിപ്പിക്കുക. നീ അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു, നിന്റെ പേരിൽ അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ, ദൈവദൂഷണം പറയുന്നു, നീ ദൈവത്തിന് എതിരായി പറഞ്ഞു എന്ന് വരെ പറഞ്ഞ് അവരെ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുക. ശത്രു ചെയ്യുന്ന തന്ത്രം മനസ്സിലാക്കി. അടുത്തത്, 3-ാമത്തത്, ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി. അടുത്തത്, ശത്രു ചെയ്യുന്ന പരിപാടി എന്നറിയോ? കുറെ പേരെ നിനക്കെതിരെ അങ്ങ് ഇളക്കാൻ തുടങ്ങും. ഇളക്കുന്ന തന്ത്രം പിശാച് ചെയ്യുക. ചിലതങ്ങ് ഇളക്കുക. ഒന്നുമല്ലാത്ത കാര്യം, അനങ്ങാതെ കിടക്കുന്ന വിഷയങ്ങൾ വരെ അങ്ങ് ഇളക്കിക്കൊണ്ടുവരിക. ആർക്കും ഒരു പ്രശ്നമില്ലാത്ത വിഷയങ്ങൾ വരെ കുത്തി ഇളക്കി കൊണ്ടുവരിക. ഒന്ന് ഓർത്തു നോക്കി, പ്രശ്നങ്ങളൊക്കെ ഇളക്കി കൊണ്ടുവരിക. അടുത്തത്, മതി. അടുത്തത്, പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പിശാച് നമ്മെ അങ്ങ് പിടിക്കുകയാണ്. ഈ ദുഷ്ടസംഘങ്ങൾ ചെയ്യുന്ന പരിപാടി നമ്മെ പിടിക്കുന്നു. അടുത്തത്, ന്യായാധിപ സംഘത്തിന് കൊണ്ടുപോയി, ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പല പ്രതിസന്ധികളിലേക്കും വിചാരണയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നു. അടുത്തത്, കള്ളസാക്ഷികളെ നിർത്തി. ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. മതി. അവിടെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ സ്തേഫാനോസിനോട് തർക്കിച്ചു എന്ന് നമ്മൾ വായിച്ചത്. തർക്കിക്കുക, പ്രശ്നം ഉണ്ടാക്കുക, ഇങ്ങനെ കുറെ സിറ്റുവേഷൻ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ നോർമലായി പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ സിറ്റുവേഷനെല്ലാം മാറി അബ്നോർമലായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക, ന്യായാധിപ സംഘത്തിന് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ഒരു ന്യായാധിപ സംഘമുണ്ട്, സന്നിധി സംഘം എന്നറിയപ്പെടുന്നു. 70 പേരുള്ള ഒരു സംഘം, 70 പേരുള്ള ഒരു സംഘം നിരന്ന് നിൽക്കും. വലത്ത് വശത്ത് 35 പേര്, ഇടത്ത് വശത്ത് 35 പേരിരിക്കും. പ്രതിയെ കൊണ്ടുവന്ന് നിർത്തും. വലത്ത് വശത്തുള്ളവരെ പ്രതിക്ക് വേണ്ടി വാദിക്കും, ഇടത്ത് വശത്തുള്ളവരെ പ്രതിക്ക് പ്രതികൂലമായി വാദിക്കും, കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് വാദിക്കും. ഇത് കേട്ടതിന് ശേഷം
ആരാണ് മുൻതൂക്കം കിട്ടിയത് അതിനനുസരിച്ച് ഒരാൾ എഴുന്നേറ്റ് വിധി പറയും. ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലണോ, തൂക്കിക്കൊല്ലണോ, എന്ത് വേണമെന്ന് പറഞ്ഞ വിധി പറഞ്ഞാൽ അതങ്ങ് നടപ്പാകും. എന്നാൽ സ്തേഫാനോസിനെ വിസ്തരിക്കാൻ കൊണ്ടുപോയി, ന്യായാധിപ സംഘത്തിന് മുമ്പ് കൊണ്ടുപോയി നിർത്തി. 35 പേര് വലത്തുവശത്തിരിക്കുന്നുണ്ട്. അവരാരും എഴുന്നേറ്റില്ല. സ്തേഫാനോസിന് അനുകൂലമായി സംസാരിപ്പാൻ ഒറ്റ മനുഷ്യനെ എഴുന്നേറ്റില്ല. ഇപ്പുറത്ത് നിൽക്കുന്ന 35 പേരും സ്തേഫാനോസിനെ എതിർത്ത് സംസാരിച്ചു. ഇവൻ ദൈവദൂഷണം പറയുന്നു, കള്ളസാക്ഷികളെ നിർത്തി വാദിച്ചു തുടങ്ങി. സ്തേഫാനോസിന് വേണ്ടി വാദിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, കഴിഞ്ഞ സന്ദേശത്തിലെ ഓർമ്മപ്പെടുത്തിയ വിഷയം നമ്മൾ മറക്കരുത്. എന്താണ് പറഞ്ഞത്? യെശയ്യാപ്രവചനം 50-9 വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, കർത്താവിന്റെ മാറിൽ ചാരിയിരിക്കണം. പ്രതികൂല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചാരേണ്ടത് എങ്ങോട്ടാണ്? കർത്താവിന്റെ മാറിലോട്ട് നമ്മളൊന്ന് ചാരിയിരിക്കുകയാണെങ്കിൽ. സ്തേഫാനോസ് കാണുന്ന കാഴ്ച നമ്മൾ ഓർക്കുന്നുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 7:56 വായിക്കുന്നത്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. 35 പേര് വലത്തുവശത്ത് സ്തേഫാനോസിന് അനുകൂലമായി സംസാരിക്കേണ്ടവർ, അനുകൂലമായി വാദിക്കേണ്ടവർ ഒറ്റാൾ എഴുന്നേക്കാൻ നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ദൈവപുത്രൻ എഴുന്നേറ്റു. മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ദൈവമക്കളെ, നമുക്ക് പ്രതിയോഗി പ്രശ്നം ഉണ്ടാക്കിയാൽ എത്ര വലിയ ക്ലേശങ്ങൾ ഉണ്ടാക്കി, ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നിത്യജീവിതത്തിലേക്ക് നീ പോകരുത്, നീ വീണ് പോകണം, വിശ്വാസ സ്ഥിരത നഷ്ടപ്പെട്ടു പോകണം. ഇതിനു വേണ്ടിയാണ് ഈ പ്രതിസന്ധി മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇത്ര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാലും നാം ദൈവത്തിൽ ചാരി നിന്ന് വിശ്വാസ സ്ഥിരമുള്ളവരായി നാം നിൽക്കുന്നുവെങ്കിൽ, നമുക്ക് വേണ്ടി അനുകൂലമായി നിൽപ്പാൻ ആരുമില്ലെങ്കിലും, ഒറ്റ മനുഷ്യനില്ലെങ്കിലും, നമുക്ക് വേണ്ടി വലത്തുവശത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രതികൂലങ്ങളെല്ലാം മാറും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു കർത്താവ്, നമ്മളത് ഓർക്കാനിട വന്നു. യെശയ്യാപ്രവചനത്തിൽ നമ്മളത് വായിച്ചത് ഭാഗം മറന്നുപോയിട്ടുണ്ടോ? മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. 50-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യം. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്, എന്നോട് വാദിക്കുന്നവൻ ആർ? നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം. എന്റെ പ്രതിയോഗിയാർ? അവനിങ്ങ് വരട്ടെ. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. ശരിയാണോ? സ്തേഫാനോസിന്റെ അനുഭവം വായിക്കുമ്പോൾ ശരിയാണോ? ഇത് നമ്മൾ വായിച്ചു നിർത്തിയത്, നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗത്താ. മറന്നുപോയോണ്ട് ഞാൻ വീണ്ടും വായിപ്പിക്കുന്നത്. കർത്താവ് പറയാ, ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. മുമ്പേ എഴുതി വെച്ചിരിക്കുക. അതാണ് നമ്മൾ കാണുന്നത്. എന്നെ കുറ്റം വിധിക്കുന്നവർ ആർ? അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും, പുഴുവരെ തിന്നുകളെ. അവരൊക്കെ നരകത്തിലേക്ക് പോകാനാ. സ്വർഗം തുറന്ന് എനിക്ക് എന്നെ സ്വീകരിപ്പാനായി എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവിനെ കാണുവാൻ ദൈവങ്ങളെ നമുക്കൊന്ന് കഴിയട്ടെ. കുറ്റം വിധിക്കുന്നവർ എത്ര പേരുണ്ടായിക്കോട്ടെ, നമുക്ക് വേണ്ടി വാദിക്കുവാൻ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട്. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാർ. തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ദൈവത്തിന്മേൽ ചാരി നിന്നാൽ അവൻ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും. അവൻ നമുക്ക് വേണ്ടി എഴുന്നേറ്റാൽ നമുക്കറിയാം, മറ്റുള്ളവർ പോകുന്നത് നരകത്തിലേക്കാ, പുഴുവരെ തിന്നു കളയാൻ പോവുക, അവിടേക്കാണ് അവർ പോകുന്നത്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ദൈവത്തിൽ ചാരിയതിനു വേണ്ടി അവൻ എഴുന്നേറ്റ് നിന്ന് നമ്മെ സ്വീകരിക്കും. നമ്മൾ നഷ്ടപ്പെട്ടു പോവില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പിശാചിന്റെ തന്ത്രം അവിടെ പൊട്ടിപ്പോകും. നിത്യ തേജസ്സിലേക്ക് സ്തേഫാനോസ് നയിക്കപ്പെടുകയായിരുന്നു. പിശാച് നിത്യ തേജസ്സിലേക്ക് പോകാതെ ഇവനെ തകർത്ത് കളയാൻ നോക്കിയത്, വിശ്വാസത്തിൽ സ്ഥിരത നഷ്ടപ്പെടുത്തി കളയാൻ നോക്കിയതാ. നടന്നില്ല. അവനെ നോക്കിയവര് കണ്ടപ്പോൾ പറഞ്ഞു, നിന്റെ മുഖം ശോഭിക്കാൻ തുടങ്ങി. സ്തേഫാനോസിന്റെ മുഖം ശോഭിക്കാൻ തുടങ്ങി. ആ നിത്യജേസിന്റെ നിഴലാട്ടം അത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങി. കല്ലെത്ര വന്ന് വീണാലും അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കാം. സ്തേഫാനോസ് നിത്യജേസിലേക്ക് വിളിക്കപ്പെട്ട അനുഭവത്തിലേക്ക് അവൻ ചേർന്നു. നമ്മുടെ പ്രത്യാശ അതാ. ദൈവമക്കളെ, എത്ര വലിയ പ്രതിയോഗി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും, ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിച്ച്, ദുഃഖം അനുഭവിച്ച്, എനിക്ക് മതി എന്നൊക്കെ പറഞ്ഞ്, നമ്മുടെ ജീവിതം മതി എന്ന് പറഞ്ഞ് നിരാശയുടെ അടുത്തട്ട് വരെ പോയാലും ഓർക്കുക, എന്റെ ദൈവം ഈ അനുഭവങ്ങളൊക്കെ തന്നത് എന്നെ തുണയ്ക്കുന്ന ദൈവമുണ്ട്. സ്തോത്രം. ഒരിക്കലും നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഒരിക്കൽ ഒരു സ്ത്രീയെ ജനങ്ങളെല്ലാം കൂടെ പിടിച്ചുകൊണ്ടുവന്നു. പരീശന്മാരും ശാസ്ത്രിമാരൊക്കെ കൂടെ പിടിച്ചുകൊണ്ടുവന്നു. അവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണം.
മോശയുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലണം. അതിനുവേണ്ടി യേശുവിനോട് ചോദിക്കാൻ വന്നതാ. യേശുവിന്റെ അടുത്ത് വന്നു. ഇവിടെ ആര് കല്ലെറിയണം എന്നുള്ളതാണ് പ്രശ്നം. യേശു എന്ത് ചെയ്തു? നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവിടെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്താ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല, നമ്മൾ അവിടെ എഴുതിയിട്ടില്ല. എന്നാലും മറ്റ് പ്രവചനവാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തെ വിട്ടുപോകുന്നവരുടെ പേര് നിലത്ത് എഴുതി വെക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നരകത്തിൽ പോകുന്നവരുടെ ലിസ്റ്റ് ഒരു പക്ഷേ യേശു അവിടെ നിലത്ത് എഴുതിയിരിക്കും. അതിൽ പേര് കണ്ടപ്പോൾ മനസ്സിലായി എനിക്കറിയാൻ അർഹതയില്ലെന്ന് പറഞ്ഞുകൊണ്ടാ ഓരോരുത്തർ കല്ല് അവിടെ ഇട്ടിട്ട് പോയി. അവളുടെ ശിരസിൽ കുന്നുകൂടി വീഴേണ്ട കല്ലുകൾ ഇപ്പോൾ അവളുടെ പാദത്തിൽ വീണ് കിടക്കുക. ഒന്നും അവളുടെ ശിരസിൽ വീണില്ല. നമ്മൾ ഈ യോബിന്റെ പുസ്തകത്തില് കഴിഞ്ഞ ആഴ്ചയിലെ പ്രസംഗത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ നമ്മളത് പ്രത്യേകം പറഞ്ഞു, എനിക്ക് വിരോധമായി അന്യായ രേഖ എഴുതിയിട്ടുണ്ട് പ്രതിയോഗിക്ക്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു അന്യായ രേഖ ഇളക്കുക, പാപം ചെയ്ത് ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണം. എന്നാൽ ഈ രേഖ മായ്ക്കാൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ, അതെന്റെ കർത്താവ്. ജീവിതത്തിൽ പ്രശ്നം വന്നിട്ടുണ്ടാകാം, പോരായ്മ വന്നിട്ടുണ്ടാകാം, പരാജയം വന്നിട്ടുണ്ടാകാം. എന്നാൽ ഈ പരാജയങ്ങളൊക്കെ വന്നതിന്റെ പേരിൽ എന്റെ ദൈവം നിന്നെ കൈവിടുന്നില്ല. നിനക്ക് വിരോധമായി പ്രതിയോഗി എഴുതിയ രേഖ അവൻ മായ്ച്ചു കളഞ്ഞ് നീ പോയിക്കൊള്ളുക, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന കർത്താവ് പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്, ഇനി നീ വീണ് പോകാതിരുന്നാ മതി, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. എന്തിനാണെന്നറിയാമോ? നിന്നെ ശിക്ഷ വിധി ഒഴിവാക്കി നിന്നെ രക്ഷിച്ചത് എന്തിനാണെന്നറിയാമോ? പ്രതിയോഗിക്ക് വിട്ടുകൊടുക്കാത്തത് എന്തിനാണെന്നറിയാമോ? നിന്നെ നിത്യജീവനിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാ. ഓ സ്തോത്രം. നിത്യജീവനിലേക്ക് നിന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട. എന്റെ കർത്താവ് നമ്മളോട് വിരോധമായ ഈ അന്യായ രേഖ, പ്രതിയോഗി എഴുതിയ അന്യായ രേഖയുടെ വാല്യൂ ഇല്ലാണ്ടാക്കിയത്. ദൈവം ചെയ്ത സ്നേഹം എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞാൽ നാം ദൈവത്തെ സ്തുതിക്കുക തന്നെ ചെയ്യും. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. എങ്ങനെയൊക്കെയാണ് എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുന്ന നന്മയുടെ വഴികളെന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ പോവുകയാണ്. ഇനി ആ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രതിയോഗിക്കെതിരെ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഒരു 7 കാര്യങ്ങൾ പെട്ടെന്ന് വായിച്ച് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചു പോകാം. സങ്കീർത്തന പുസ്തകം 66-ന്റെ 3-ാമത്തെ വാക്യം. Psalms chapter 66 verse 3. ശത്രുക്കൾ നിനക്ക് നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ഈ പ്രതിയോഗിയെല്ലാം കീഴടങ്ങാൻ പോവുക. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ എന്നോട് അറിയിച്ച വിഷയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിത്യജയത്തിലേക്ക് പോകേണ്ടത് എനിക്ക് വഴിയമടക്കി നിൽക്കുന്ന ഈ പ്രതിയോഗിയിൽ നിന്നുള്ള ജയത്തിന് വേണ്ടി കർത്താവേ അങ്ങ് ചെയ്യാൻ പോകുന്ന മഹത്തരമായ കാര്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തെന്ന് പറഞ്ഞാൽ ശത്രു നിനക്ക് കീഴടങ്ങും. ശത്രുവിന് ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതെ വേണം ശത്രു കീഴടങ്ങും. ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ 116 സങ്കീർത്തനത്തിൽ എട്ടി പറയുന്ന പോലെ അവനെന്റെ കണ്ണിനെ അവനെന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ സ്തോത്രം. എന്താ പ്രതിയോഗി ആഗ്രഹിച്ചത്? നീ കരഞ്ഞുകൊണ്ടിരിക്കണം, കരഞ്ഞിരിക്കണം. ഓർക്കുമ്പോ കരച്ചിന് വരും, വെറുതെ ഇരുന്നാ കരയും. നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം. കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടിയിപ്പാനാ എന്റെ ദൈവം എന്ന് വചനം പറഞ്ഞിരിക്കുന്നത്. നീ ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട, നീ ഇനി ഈ വിഷയത്തിന് വേണ്ടി കരയണ്ട. ശത്രു ഉണ്ടാക്കിയ പ്രതിയോഗി ഉണ്ടാക്കിയ വിഷയത്തിന്റെ മുന്നിൽ നീ ഇനി കരയണ്ട. ശത്രു നിന്റെ മുന്നിൽ കീഴടങ്ങുകയാണ്. എങ്ങനെ ശത്രു നിന്നെ കണ്ണുനീരിലാഴ്ത്തി, നിന്നെ രോഗബന്ധനം ഉണ്ടാക്കി, സ്തോത്രം, മരണത്തിൽ കൊണ്ടുപോകാൻ കർത്താവ് പറയാ നിന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുക. ശത്രു കീഴടക്കി കഴിഞ്ഞാൽ മരണം നിന്നെ കീഴടക്കില്ല. നീ ജയിക്കും. നിന്നെ കീഴടക്കാൻ വന്ന, നിന്റെ തലമുറയെ കീഴടക്കാൻ വന്ന, നിന്റെ കുടുംബത്തെ കീഴടക്കാൻ വന്ന ദൂരത്തെ അന്ധകാര വ്യാപാരങ്ങൾ മരണത്തിന്റെ അധികാരമായി വന്നെങ്കിൽ അത് നിന്റെ മുന്നിൽ കീഴടങ്ങുകയാണ്. ഹല്ലേലൂയ, അത് കീഴടക്കി വീഴും. അടുത്തത് പറയാ നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും നിന്നെ തട്ടിമറിച്ചിട്ട് കാലിനൊരു പ്രതിസന്ധി ഉണ്ടാക്കി. ഇതിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കുന്നു. വിശ്വസിക്കേ.
ആ ശത്രു ഉണ്ടാക്കിയ വിഷയത്തിൽ നിന്ന് ശത്രു നിന്റെ മുന്നിൽ കീഴടങ്ങി നിനക്കൊരു ജയം തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനെന്ന് വിശ്വസിക്കേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അതാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞത് എന്തറിയോ? നിന്റെ പ്രവൃത്തികൾ എത്ര? ദൈവത്തിന്റെ പ്രവൃത്തിയെ പറഞ്ഞു. 3 പ്രവൃത്തി. ഒന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. എത്ര വലിയ കാര്യമാണ് ചെയ്തത് അല്ലേ? എത്ര ഭയങ്കര കാര്യമാണ് ചെയ്തത്, എത്ര അത്ഭുതകരമായ കാര്യമാണ് ചെയ്തത്. ഇന്നിവിടെ വന്നിരിക്കാൻ കാരണം എന്താ? ശത്രുവിൽ നിന്നല്ല, നമ്മെ വിടുവിച്ചതുകൊണ്ടാ. ശത്രു വിട്ടുകൊടുത്തില്ല, അത് നമ്മെ രക്ഷിച്ചതാണ്. 81-ാം സങ്കീർത്തനം 13-14 വാക്യം ഒന്ന് വായിക്കാമോ? 81:13-14 സാംസ്. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. കർത്താവ് പറയാ ശത്രുക്കളെ കീഴടക്കാന്നല്ല. കർത്താവ് പറയാ ഇനി ആവശ്യം എന്ന് പറയാം, വളരെ ഫാസ്റ്റ് ആയിട്ട് വേണം, വേഗത്തിൽ ഈ ശത്രുവിനെ കീഴടക്കണം. ഈ രോഗം കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ കണ്ണുനീരുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ കാലിന്റെ പ്രതിസന്ധിയുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് ഇനി പറ്റില്ല. കാരണം ഇനിയും ദീർഘിച്ചാൽ അത് വളരെ പ്രശ്നമാണ്. അവിടെ വേഗത്തിൽ വേണം എനിക്ക്. കർത്താവ് പറയാ വേഗത്തിൽ ശത്രു കീഴടങ്ങും. എങ്ങനെ ശത്രു കീഴടങ്ങുന്നത്? അവിടെ പറയാ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ. 2 കാര്യമുള്ളൂ. നമ്മൾ ദൈവവചനം ഒന്ന് കേൾക്കുക, ശരിക്കൊന്ന് കേട്ടത് എന്നോട് പറയുന്ന കാര്യമാണ്. ഇതൊന്ന് അനുസരിച്ച് എന്താ കർത്താവ് പറയാ, ഇനി ഒട്ടും താമസമില്ല എന്ന് പറഞ്ഞു. ഇനി ഒട്ടും താമസമില്ല. കണ്ണുനീരിൽ നിന്ന് നാം വിടുവിക്കാൻ പോവുക, കാലിനെ വീഴ്ചയിൽ നിന്ന് നാം വിടുവിക്കാൻ പോവുക, പ്രാണനെ മരണത്തിൽ നാം വിടുവിക്കാൻ പോവുക. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കളെ ഒരു ആമേൻ പറഞ്ഞാൽ മതിയെന്ന് വചനം ഞാൻ കേട്ടു. അത് എന്നോടുള്ള ദൂതാന്ന് പറഞ്ഞ് ഒരു ആമേൻ പറഞ്ഞാൽ മതി. ഈ ശത്രു വേഗത്തിൽ കീഴടങ്ങും. ഗ്ലോറി ഗ്ലോറി. ഇനി അതിന്റെ 15-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. അടുത്ത വാക്യം. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. അടുത്ത നമ്മുടെ യഹോവയെ പകയ്ക്കുന്നവർ അവനെ കീഴടക്കുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. മതി, മനസ്സിലായോ? ഈ പ്രതിയോഗി പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയോ? നിനക്കൊരു ശുഭകാലം വരാതിരിക്കാനാണ്. പ്രതിയോഗി നിന്നെ പകയ്ക്കുന്നവർ ചെയ്യുന്ന കാര്യം എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ദൂതഅന്ധകാരം ചെയ്യുന്ന കാര്യം. അലറുന്ന സിംഹം, ചുറ്റിത്തിരിയുന്ന മനുഷ്യൻ, ആ അന്ധകാര ശക്തി എന്താ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? നീ ഒരു ശുഭപ്പെട്ടിരിക്കാൻ പാടില്ല, നീ ശുഭമായിരിക്കാൻ പാടില്ല. എന്തു നോക്കിയാലും ഒരു അശുഭം. കേൾക്കുന്ന വാർത്ത അശുഭ വാർത്ത, സംഭവിക്കുന്ന കാര്യങ്ങൾ അശുഭമായ കാര്യങ്ങൾ. ശുഭമായതൊന്നും സംഭവിക്കാതിരിക്കുമ്പോൾ മനസ്സിലാക്കുക, പ്രതിയോഗി പ്രശ്നം ഉണ്ടാക്കുക. അപ്പോഴാ കർത്താവ് പറഞ്ഞത് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുക, ഒന്ന് അനുസരിക്കുക. അങ്ങനെയാണെങ്കിൽ വേഗത്തിൽ ഈ ശത്രുവിനെ കീഴടക്കി തരാം. എന്നെ പകയ്ക്കുന്നവർ, യഹോവയെ പകയ്ക്കുന്നവർ അവനെ കീഴടങ്ങുമായിരുന്നു. സ്തോത്രം. ഒന്ന് വിശ്വാസത്തോടെ പറയാമോ? എന്റെ ശുഭമായ ജീവിക്കേണ്ട എന്റെ അവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കുന്ന ഈ ദുഷ്ടഅന്ധകാരം ഇന്ന് അവന്റെ സന്നിധിയിൽ കീഴടങ്ങാൻ പോകില്ല. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, എനിക്കിനി അശുഭമായ അവസ്ഥകൾ എന്റെ ജീവിതത്തിലില്ല, എന്റെ ശരീരത്തിൽ അശുഭമായ അനുഭവങ്ങളില്ല, എന്റെ സാമ്പത്തിക മേഖലയിൽ അശുഭമായ അവസ്ഥകളില്ല, എന്റെ കുടുംബാന്തരീക്ഷത്തിൽ അശുഭമായ കാര്യങ്ങൾ ഇനി നടക്കില്ല. അത് കൊണ്ടുവരുന്ന ദുഷ്ടഅന്ധകാരം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വേഗത്തിൽ കീഴടങ്ങാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. കീഴടങ്ങ്, കീഴടങ്ങ്, കീഴടങ്ങ്. താല ഉയർത്തില്ല, കീഴടങ്ങാൻ ജയം തരികയാണ്. ഇനി അത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് 18-ാം സങ്കീർത്തനം 39-ാമത്തെ വാക്യത്തിൽ. സങ്കീർത്തനം 18:39. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. കർത്താവ് ചെയ്യുന്ന കാര്യം നോക്കി, ഈ ശത്രുവിനോട് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി തരിക. എങ്ങനെ ശക്തി തരുന്നത്? അരയ്ക്ക് ശക്തി കെട്ടുക. അരയ്ക്ക് സത്യവും നീതി കവചവും, അരയ്ക്ക് സത്യവും നീതി കവചവും രക്ഷയും ശിരസ്ത്രവും. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുക, വ്യാഖ്യാനിക്കൊന്നും വേണ്ടാതെ പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അരയ്ക്ക് ശക്തി കിട്ടാൻ പോവാന്ന് എന്ന് പറഞ്ഞാൽ കാര്യമല്ല. മനസ്സിലായോ? നീ പറഞ്ഞ കാര്യത്തിന്
നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ദൈവം ശക്തി പകരുക. എന്താണ്? സത്യം നിന്റെ ഭാഗത്താണ്. സത്യം നിന്റെ ഭാഗത്താണ്. നീ പറയുന്നവർക്ക് മനസ്സിലാകുകയില്ല, അവർ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കർത്താവ് പറയാ, സത്യം നിന്റെ അരക്കൊന്ന് കേട്ടം തരാൻ പോവുക. അപ്പോൾ ഒരു ശക്തി വരാനുണ്ട്. ആ ശക്തി വരുമ്പോൾ നിന്നെ എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. ആ സമയത്ത് സത്യം നിന്റെ കൂടെ ഒന്ന് കെട്ടിയേ. എന്താ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയാം, വചന സത്യം. ഒന്നുകൂടെ പറയാം, ഞാൻ തന്നെ വഴിയും സത്യവും എന്ന് പറഞ്ഞാൽ യേശുവിനെ അടക്കി കെട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, യേശുവിനെ മുറുകെ പിടിക്കുക. വിഷയം വരുമ്പോ യേശുവിനെ മുറുകെ പിടിക്കുക, സത്യത്തെ മുറുകെ പിടിക്കുക. അപ്പോഴാ ശക്തി നിനക്ക് കിട്ടുള്ളൂ. വേറെ ആരും കൂട്ടുപിടിക്കരുത്. സംസാരിക്കാൻ വേറെ ആരും വേണ്ട, വേറെ ആരെയും ഇടപെടുത്തണ്ട. ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പോലും പറയണ്ടെന്ന് ആരോട്. എനിക്ക് ഇതിന്റെ വലിയ പ്രതിസന്ധിയായിട്ടിരിക്കുന്നത്. ഈ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പോലും പറയണ്ടെന്ന്. പകരം നീ എന്ത് ചെയ്യണം? ഈ സത്യത്തെ ചേർത്ത് പിടിക്കുക. അവൻ കെട്ടിപ്പിടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. എന്തിനാണെന്നറിയോ? നിന്നെ എതിർക്കുന്നവരെ നിനക്ക് കീഴടക്കി, ഈ അന്ധകാരത്തെ നിനക്ക് കീഴടക്കി, നിനക്ക് ജയം തരാൻ വേണ്ടി നിന്നെ ചേർത്ത് പിടിക്കാൻ എന്റെ കർത്താവുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവേ, എന്നെ ഒന്ന് മുറുകെ പിടിച്ചേ, എന്റെ അരിക്കൊന്ന് ചേറി ഒന്ന് പിടിച്ചേ, എന്നെ ഒന്ന് ചേർത്തടച്ചേ. നമ്മൾ യശയാപ്രവചനത്തിലെ വാക്യം മറന്നു പോകരുത്. എന്താ യശയാപ്രവചനത്തിലെ വാക്യം നമ്മൾ മറന്നു പോകരുത്? അവനെ ഒന്ന് ചേർത്തടച്ചാൽ, അവനിൽ ചാരുക. നീ ചാരാൻ തയ്യാറായി അവൻ നിന്നെ അരക്കി ഒന്ന് കയറി ഒന്ന് പിടിച്ചാൽ മതി. ശക്തി നിന്നിൽ വന്നു. പിന്നെ എതിർക്കാൻ വരുന്നവരെ വന്ന വഴിക്ക് തിരിച്ചു പോകും. അവിടെയാണ് വിജയം കിടക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 10:20 വായിക്കുന്നത്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല എന്ന് പറഞ്ഞാലും ഒന്നുകൂടെ മനസ്സിലായോ? ദുർഭൂത ശക്തികൾ നിങ്ങൾക്ക് കീഴടങ്ങും. ദുർഭൂത ശക്തികൾ നിങ്ങളുടെ മുന്നിൽ കീഴടങ്ങുമെന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരെ അധികാരപ്പെടുത്തി അയച്ചു. അവർക്ക് കഴിവുണ്ടെന്ന് അവരൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ അപ്പോസ്തലന്മാരല്ലെങ്കിലും എനിക്ക് ഇനി ആളുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഒരു 70 പേരെയും വിളിച്ചു. അവർ അപ്പോസ്തലന്മാരൊന്നുമല്ല, അവർ വലിയ മിനിസ്റ്റർ ചെയ്തവരൊന്നുമല്ല. കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അയക്കുക. ഒന്നുകൂടെ പറഞ്ഞ, ഞാൻ നിങ്ങളെ ശക്തീകരിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അവരങ്ങ് പോയി. അവർ പോയപ്പോൾ ദുർബോധ ശക്തികളൊക്കെ അവർ ചെല്ലുമ്പോൾ മുമ്പിൽ അങ്ങ് കീഴടങ്ങുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 12 വർഷമായിട്ട് ദുരാത്മാവ് വായിച്ച സ്ത്രീ സഭായത്തിന് വന്ന് കീഴടങ്ങിയത്. നമ്മുടെ കഴിവൊന്നുമല്ല, ദൈവം ഒന്ന് നിയോഗം തന്നാൽ, നമ്മെ ഒന്ന് ബലപ്പെടുത്തിയാൽ ഈ ദുർഭൂതങ്ങളെല്ലാം നിന്റെ മുന്നിൽ കീഴടങ്ങും. ഇത് ദൈവം തന്ന അധികാരമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പകയ്ക്കുന്നവരെ കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ മുന്നിൽ കീഴടങ്ങുക ചെയ്യും. ഒരു വാക്യം കൂടെ വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 8:28, ജഡ്ജസ് ചാപ്റ്റർ 8:28. എന്നാൽ മിദ്യാൻ തലവെക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഗിദെയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് നമ്മെ ഒന്ന് ചേർത്ത് പിടിച്ച ഒരു മനുഷ്യനെ കണ്ടു, വിശ്വസ്തനായ ഒരു മനുഷ്യനെ കണ്ടു, ഗിദെയോനെ. അവൻ ചെയ്ത കാര്യം, അവനെ ഏൽപ്പിച്ച ദൗത്യത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. തൻ്റെ ധാന്യം ഒരിക്കലും മിദ്യാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ, മെതിക്കളത്തിൽ ഇട്ട് അവിടെ മെതിച്ച്, ഒരിടത്തോടെ ഇട്ട് മെതിച്ച് അവിടെ കാവലിരുന്ന് അങ്ങ് നിൽക്കുക. ഇത് കണ്ടപ്പോൾ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നിന്നെ എനിക്ക് ആവശ്യമുണ്ടോ? ഇവിടെ സംഭവിച്ച കാര്യമാണ് നമ്മൾ വായിച്ചത്. മിദ്യാൻ തലവെക്കാതെ വണ്ണം. ഇനി ഇത് തലവെക്കില്ല, ഈ രോഗം ഇനി തലവെക്കില്ല. ഇത് തലവെക്കാതെ വണ്ണം എത്ര നാളത്തേക്ക് തരാൻ പോകുന്നതെന്ന് അറിയോ? 40 സംവത്സരം. ഒന്ന് ചേർന്ന് പിടിച്ചേ. കർത്താവേ, ഇനിയുള്ള എന്റെ 40 വർഷം ഈ രോഗം, സ്തോത്രം, ഈ ശത്രു ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഈ തലവെക്കി എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടകാലം ഇനി മേലാൽ ഉണ്ടാകില്ല. അത് കീഴടങ്ങി പോയി എന്ന് പറഞ്ഞ് കീഴടങ്ങി പോയി. അനുഭവങ്ങൾക്കൊരു മാറ്റം ദൈവം തരികയാണ്. നിന്ന മാത്രമാക്കി സന്തോഷം കേൾത്തി. അശുഭമായത് മാത്രം ഭവനത്തിൽ നടക്കുന്ന അനുഭവങ്ങൾ, അശുഭമായത് ശുഭമായിരിക്കേണ്ടടുത്ത് സ്വസ്ഥനുഭവിക്കുന്ന സമയത്ത് പ്രതിസന്ധി ഉണ്ടാക്കിയ ദുഃഖകാലങ്ങൾ ഇനി തലവെക്കാതെ വേണം യേശുവിൻ നാമത്തിൽ
40 വർഷത്തേക്കാണ് കീഴടക്കി പോകുന്നത്. ഇതൊക്കെ സ്വയമായി കീഴടക്കി പോകുന്ന കാര്യം. ഇന്ന് കർത്താവ് ഒരു കൽപ്പന പോലെ കിടക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കീഴടക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വാക്യം കൂടെ വായിക്കുക അവിടെ നിർത്തും. 34:7 പരിചയമുള്ള വാക്യം. 34:7 ജെനസിസ് ചാപ്റ്റർ 4:7. നീ നന്മ ചെയ്യുന്നതായിരിക്കും എങ്കിലും പ്രസാദമുണ്ടാകുകയില്ലേ. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിക്കൽ, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. നിന്റെ ശത്രുവിനൊക്കെ ദൈവം കീഴടക്കി തരും. വേഗത്തിൽ കീഴടക്കി തരും. എല്ലാ പ്രശ്നം മാറ്റി തരും. പക്ഷെ നീ ഒരു ജയിക്കേണ്ട ഒരു മേഖലയുണ്ട്. നീ ഫൈറ്റ് ചെയ്ത് ജയിക്കേണ്ട ഒരു മേഖലയുണ്ട്. അതെന്താണെന്നറിയോ? നിന്റെ വീടിന്റെ പുറത്ത് വാതിക്കൽ വന്ന് കിടക്കുന്ന സാധനമുണ്ട്, പാപം. അതിനെ നീ കീഴടക്കണം. നമുക്ക് കീഴടക്കാൻ പറ്റില്ലെന്നേ. എങ്ങനെ പറ്റുന്നേ? നമ്മൾ ബലഹീനരായി പോവുക. എത്ര പ്രാവശ്യം ബലഹീനരായി പോകുന്നത്? അതിനുള്ള വഴിയെ പറഞ്ഞത് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കണം. ഓ, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുക അല്ലാതെ വേറെ മാർഗമില്ല. ശത്രുവിനെ ജയിച്ചത് എങ്ങനെയാ? ഓ, ശത്രുവോടെ എതിർത്തിടുവാൻ എങ്ങനെയാ? ക്രിസ്തു എന്ത് ചെയ്തേ? കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടു. അവനോടൊപ്പം നമ്മൾ ക്രൂശിക്കപ്പെട്ടാൽ അവനെ കാൽക്കീഴ് ചവിട്ടി മതിക്കാൻ പറ്റും. നമ്മൾ ജയിക്കും. പാപത്തെ ജയിക്കും. പാപത്തിന് പകരമായ ശിക്ഷയ്ക്ക്, നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷയ്ക്ക് പകരമായ യേശു മരിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ക്രൂശിൽ അവനോട് കൂടെ ക്രൂശിക്കപ്പെടുന്നു. പക്ഷെ എന്താ നമ്മുടെ പ്രശ്നം എന്ന് അറിയുമോ? ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് വിളിച്ച സമയത്ത് യേശു ഇറങ്ങിപ്പോയില്ല. യേശുവിന് പറ്റിയായിരുന്നു. ഇറങ്ങി വാന്ന് പറഞ്ഞ ഉടനെ ഇറങ്ങാൻ വല്ല വിഷമം ഉണ്ടായിരുന്നു. ഒന്നിങ്ങനെ കൈ കാണിച്ച് ആണിയൊക്കെ ഒരു പോകും. കൂളായിട്ട് ഇങ്ങനെ ഇറങ്ങി വരായിരുന്നു. ഇറങ്ങി വന്നില്ല. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി വാന്നെന്ന് പറയണ്ട, ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചാൽ നമ്മളിങ്ങനെ ഇറങ്ങി വരിക. കഴിഞ്ഞ ആഴ്ച എനിക്ക് പ്രശ്നം പറ്റി. ഞാൻ ക്രൂശിൽ നിന്ന് ഇറങ്ങിപ്പോയി. ക്രൂശിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചെറുതായിട്ടൊന്ന് സംസാരിക്കേണ്ടി വന്നു. തെറ്റി തിരിച്ചറിഞ്ഞപ്പോൾ പോയി ക്ഷമ വയ്ക്കേണ്ട ഗതികേട് വന്നു. ഒന്ന് ഓർത്ത് നോക്കി. ഞാൻ ചത്തി കിടക്കല്ലേ, ക്രൂശിക്കപ്പെട്ട് കിടക്കല്ലേ. എനിക്ക് മിണ്ടാൻ അവകാശമില്ല, കൈ ഉയർത്താൻ അവകാശമില്ല, പെറുപിറുക്കാൻ അവകാശമില്ല. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോവുക. ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഇറങ്ങി വരിക. ആരാ നീ എന്നൊക്കെ, എന്താ നീ എന്നൊക്കെ ചോദിക്കേണ്ട വിധത്തിൽ നമ്മുടെ ചിലപ്പോൾ പ്രശ്നം വരിക. ഈ വചനം സമ്പാദിച്ചുകൊണ്ടിരിക്കരുത്. എന്താണ് സംസാരിച്ചത്? ഇറങ്ങിപ്പോവല്ലേ, ക്രൂശിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. ക്രൂശിൽ നിന്ന് ഇറങ്ങിപ്പോയ വാതിക്കൽ നിൽക്കുന്നത് നമ്മൾ കീഴടക്കുക. നമ്മൾ തോറ്റുപോയെങ്കിൽ ഇന്ന് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കും. കർത്താവേ, എന്നെ കീഴടക്കുന്ന ദുഷ്ടാന്തകാരത്തിന്റെ മുന്നിൽ ഞാൻ കീഴടങ്ങുകയില്ല. അന്ധകാര ശക്തി എന്റെ മുന്നിൽ കീഴടങ്ങണം. അത് വേഗത്തെ കീഴടങ്ങി നിത്യജേതസിലേക്ക് എനിക്ക് കുതിച്ചു പോകണം. നിത്യജേതസിലേക്ക് എനിക്ക് പോകണം. നിത്യജേതസിനായി വിളിക്കപ്പെട്ടിരിക്കുന്നവരെ നമ്മൾ ആ കാര്യം മനസ്സിലാക്കി അതിനുവേണ്ടി ഒരു ദൈവം നമ്മെ സഹായിക്കുമാറാണ്.